നമസ്കാരം. പ്രധാന വാർത്തകൾ. പിണറായി സർക്കാരിന്റെ നികുതി കൊള്ള അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ്. ഭൂനികുതി വർധനയ്ക്കെതിരെ മണ്ഡലം കേന്ദ്രങ്ങളിൽ വില്ലേജ് ഓഫീസ് ധർണ. സംസ്ഥാന ബജറ്റ് ജനദ്രോഹ ബജറ്റ് എന്നും ആക്ഷേപം. തൃത്താല ഫെസ്റ്റിനിടെ ആനപ്പുറത്ത് ഹമാസ് തീവ്രവാദികളുടെ ചിത്രം. ആനയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തത് ദൗർഭാഗ്യകരമെന്ന് BJP. അധികാരികളുടേത് പ്രീണന നിലപാട്. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ. പട്ടാമ്പിയിൽ പുതിയ പാലത്തിന്റെ പൈലിംഗ് പ്രവൃത്തി ആരംഭിച്ചു. 52.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാലം 2 വർഷം കൊണ്ട് യാഥാർത്ഥ്യമാകും. MLAയും നിർമ്മാണ കമ്പനി അധികൃതരും സ്ഥലത്തെത്തി പ്രാരംഭ പ്രവൃത്തികൾ വിലയിരുത്തി. മാത്തൂരിലെ വാതക ശ്മശാനം ഇനിയും യാഥാർത്ഥ്യമായില്ല. നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് 6 വർഷം മുമ്പ്. കെട്ടിട നിർമ്മാണം പൂർത്തിയായില്ല. സ്ഥലം കാടുമൂടി നശിക്കുന്നു. വാർത്തകൾ വിശദമായി. പിണറായി സർക്കാരിന്റെ നികുതി കൊള്ള അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ്. ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വടനാംകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓങ്ങല്ലൂർ 2nd വില്ലേജ് ഓഫീസിന് മുന്നിലാണ് സമരം സംഘടിപ്പിച്ചത്. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സർക്കാരിന്റെ നികുതിക്കൊള്ള അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് വാടാനംകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. വാടാനംകുറിശിയിലെ ഓങ്ങല്ലൂർ 2nd വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ പാലക്കാട് DCC ജനറൽ സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിൽ ഈ വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. ആ ബഡ്ജറ്റിനെ കുറിച്ച് പഠിച്ച വിദഗ്ധർക്ക് കൃത്യമായിട്ടറിയാം, ഇന്ത്യയുടെ ജനങ്ങൾക്ക് ഒരു ഉപകാരവുമില്ലാത്ത ബഡ്ജറ്റാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സാമ്പത്തിക രംഗത്തിൻ്റെ മാന്ദ്യഭാവം ഇല്ലാതാക്കുന്നതിനോ കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനോ അതുപോലെ തന്നെ വ്യവസായ രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനോ ഒന്നും അതിൽ ഒരു ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ല. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P. രൂപേഷ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ PK അബൂബക്കർ സിദ്ദിഖ്, TP രാജീവ്, VT അലി, ബഷീർ കാരക്കാട്, ഗോപൻ കാരക്കാട്, CT അസീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഭൂനികുതി വർധനവിനെതിരെ മങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കര വില്ലേജിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. DCC മെമ്പർ P. സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. അവിടുത്തെ റോഡിന് 1.5 കോടി, ഇവിടുത്തെ പാലത്തിന് 3 കോടി, അവിടെ ഒരു 5 കോടി, ഇവിടെ ഒരു 10 കോടി, അങ്ങനെ സ്വപ്നത്തിൽ അഭിരമിക്കുകയാണ് അല്ലെ? മാനവരാജ്യത്തിന് എന്തിനാണ് അരരാജ്യം? മുഴുവൻ രാജ്യം കണ്ടുകൂടെ? അപ്പൊ MLAമാരുടെ ഈ പ്രകടനം, നമ്മുടെ MLA, നിങ്ങളുടെ MLA, അവിടെ 5 കോടി, ഇവിടെ 10 കോടി, ഇവിടെ 25 കോടി എന്നൊക്കെ പറഞ്ഞപ്പോ ഇത് സത്യത്തില് നമ്മുടെ നാട്ടിൻ പുറത്തൊരു കഥയുണ്ട്. എന്താണെന്നറിയോ? ഒരു കാക്കാന്റെ മോളെ കല്യാണം കഴിക്കാൻ ഒരു ചെക്കൻ വന്നു പെണ്ണന്വേഷിക്കാനേ. അപ്പൊ കാരണവര് പറഞ്ഞു, മാഷേ, പെണ്ണിന്റെ വാപ്പ ഒരു കാറ് തരും, 5 ലക്ഷം ഉറുപ്പ്യ തരും, 2 ഏക്കർ റബ്ബർ തോട്ടം തരും. പോകുമ്പോ കാരണവര് പറഞ്ഞു, ഈ പറഞ്ഞാൽ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് N. അച്യുതൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C. വിനയൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിത്തു, VK വേലായുധൻ, സുബൈർ കല്ലൂർ, മുഹമ്മദ്, K. രവീന്ദ്രൻ, സുമംഗല, KC സന്തോഷ്, വത്സകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പിണറായി സർക്കാരിന്റെ നികുതി കൊള്ള ആരോപിച്ച് ഷൊർണൂർ 2nd വില്ലേജ് ഓഫീസിന് മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. DCC സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഒരു സ്ഥലത്തും CPMന്റെ നേതൃത്വത്തിലുള്ള ധർണകളില്ല. ഒരു പ്രശ്നവും CPMനെ ശ്രമിച്ചില്ല. കഴിഞ്ഞ 8 വർഷമായി ഇവിടെ നടത്തി വരുന്ന വൻ കൊള്ള, ആ കൊള്ളയുടെ ഭാഗമാണ് ഈ കഴിഞ്ഞ 2025 നടപ്പിലാക്കിയ ബജറ്റിൽ 50% വരെ നികുതിയാണ് കൂട്ടിയിരുന്നത്. 50% നികുതി കൂട്ടാൻ മാത്രം ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവും. സാമ്പത്തിക ശേഷിയുള്ള വൻകിടക്കാർക്ക് വലിയ സൗകര്യങ്ങൾ ഈ സംസ്ഥാനത്ത് ചെയ്തു കൊടുത്തതിന്റെ ഭാഗമായി പാവപ്പെട്ട താഴെത്തട്ടിലുള്ള തൊഴിലാളികൾക്കടക്കമുള്ളവർക്ക് വലിയ തരത്തിൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കേണ്ടതായി വന്നിട്ടുണ്ട്.
ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി കെ കൃഷ്ണകുമാർ, OM ഗോപികൃഷ്ണൻ, A ഉണ്ണികൃഷ്ണൻ, V ആനന്ദ്, PM മുരളീധരൻ, P മുഹമ്മദ്, VG ശ്രീനിവാസൻ, PR പ്രവീൺ, T സീന, C സന്ധ്യ, K ലീല, P വിൻസെന്റ്, ഉദയകുമാർ, PC രാമൻകുട്ടി, P അബൂബക്കർ, TS വിനയകുമാർ, സുരേഷ് തോട്ടാൻകുന്നത്ത്, ഹരി, സുജി, രവീന്ദ്രൻ, വിനോദ് പുത്തൻവീട്ടിൽ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നികുതി കൊള്ളയ്ക്കും ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കുമെതിരെ വാണിയംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വാണിയംകുളം സെക്കൻഡ് വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MP പ്രേംകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഒരു ഭാഗത്തു നിന്ന് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹപരമായ നയങ്ങൾ, ഒരു ഭാഗത്തു നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹപരമായ നയങ്ങൾ, ഈ രണ്ട് ബഡ്ജറ്റുകൾക്കുമിടയിൽ ഏതാണ്ട് സമ്പന്നർക്ക് മാത്രം ജീവിക്കാവുന്ന, ഏറ്റവും കൂടുതൽ പണക്കാർക്ക് മാത്രം ജീവിക്കാവുന്ന ഒരു രാജ്യമായി നമ്മുടെ ഭാരതം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വിലക്കയറ്റം, അതുപോലെ തന്നെ ഇപ്പം ഏറ്റവും അടുത്തുള്ള കേരള ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ 50% ഭൂനികുതിയാണ് വർദ്ധിപ്പിച്ചത്. 50% ഭൂനികുതി വർദ്ധിപ്പിക്കുമ്പോൾ അത് സാധാരണ ജനങ്ങളെ, തുച്ഛമായ ഭൂമിയുള്ളവരെ എത്രമാത്രം അത് ബുദ്ധിമുട്ടിലാക്കും എന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ അറിയാൻ കഴിയും. വാണിയംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ശിവപ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പെൻഷനേഴ്സ് അസോസിയേഷൻ നേതാവ് VP രാധാകൃഷ്ണൻ, ഗോപി പൊതുവാൾ, TM പരമേശ്വരൻ നമ്പൂതിരി, സുജീഷ്, T അനിൽകുമാർ, C രാജഗോപാലൻ, കൃഷ്ണകുമാർ, സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. KK വേണുഗോപാലൻ മാസ്റ്റർ സ്വാഗതവും P ബാലചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പിയിൽ പുതിയ പാലത്തിന്റെ പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. പാലം നിർമ്മാണത്തിനും അനുബന്ധ പ്രവൃത്തികൾക്കുമായി 52.5 കോടി രൂപയാണ് ചിലവഴിക്കുക. മുഹമ്മദ് മൂസിൻ MLAയും നിർമ്മാണ കമ്പനി അധികൃതരും സ്ഥലത്തെത്തി പ്രാരംഭ പ്രവൃത്തികൾ വിലയിരുത്തി. ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പട്ടാമ്പി പുതിയ പാലത്തിന്റെ പൈലിംഗ് പ്രവൃത്തികൾക്കാണ് ബുധനാഴ്ച തുടക്കമായത്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ ടെൻഡർ നടപടികൾ പൂർത്തിയായിരുന്നു. പിന്നീട് പൈലിംഗ് പോയിന്റിംഗ് നടത്തിയ ഭാഗങ്ങളിലാണ് ഇപ്പോൾ നിർമ്മാണത്തിനാവശ്യമായ പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് പാലത്തിന്റെ നിർമ്മാണ ചുമതല. മുഹമ്മദ് മോഹസിൻ MLAയും നിർമ്മാണ കമ്പനി അധികൃതരും സ്ഥലത്തെത്തി പ്രാരംഭ പ്രവൃത്തികൾ വിലയിരുത്തി. 2 വർഷത്തെ കാലാവധിയാണ് പ്രവൃത്തികൾ പൂർത്തീകരിക്കാനായി അനുവദിച്ചിരിക്കുന്നത്. കിഫ്ബി പദ്ധതിയായ പാലത്തിന്റെ നിർവഹണ ഏജൻസിയായ കേരള റോഡ് ഫണ്ട് ബോർഡ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാലത്തിന്റെ നിർമ്മാണത്തിനും അനുബന്ധ പ്രവൃത്തികൾക്കുമായി 52 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇതിൽ 69.16 സെന്റ് ഭൂമി ഏറ്റെടുക്കുന്നതിനായി മാത്രം 6,40,50,000 രൂപ നീക്കിവെച്ചിട്ടുണ്ട്. മുഹമ്മദ് മോഹസിൻ MLAയുടെ ഇടപെടലിനെ തുടർന്ന് നേരത്തെ ബജറ്റിൽ തുക വകയിരുത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃത്തല ഫെസ്റ്റിനിടെ ആനപ്പുറത്ത് ഹമാസ് തീവ്രവാദികളുടെ ചിത്രം പ്രദർശിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് നിർഭാഗ്യകരമെന്ന് BJP. അധികാരികളുടെ പ്രീണന നിലപാടിനെതിരെ BJP വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഒറ്റപ്പാലത്തെ BJP മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ടൗണിൽ സമാപിച്ചു. നിങ്ങൾക്കെതിരെ ഉയരുന്നു കേരളനാടിൻ പ്രതിഷേധം. പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ഭീകരവാദികളുടെ ഫോട്ടോ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്ന ഇതിന്റെ പേരിൽ ശക്തമായ നടപടി ഉണ്ടാകണം. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കണം. ഇതിന്റെ പുറകിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ആഘോഷം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് തൃത്താലയിലും കൂറ്റനാടൊക്കെ പറയുന്നത് അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളും ആഘോഷത്തിൽ പങ്കെടുക്കുന്നു. പക്ഷേ അങ്ങനെ ഹിന്ദുക്കൾ പങ്കെടുക്കുന്ന സമയത്ത് പോലും ഈ ഭാരതത്തിനെതിരായുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് യാതൊരു മടിയുമില്ല കമ്മിറ്റിക്കാർക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നിർഭാഗ്യകരമായുള്ള സംഭവം. ഇടതുപക്ഷവും വലതുപക്ഷവും, പ്രത്യേകിച്ച് ഇതിൻ്റെ മുൻ MLA ആയിരുന്ന ബൽറാം അടക്കമുള്ള ആളുകൾ ഈ ഭീകരവാദികളെ ന്യായീകരിക്കുന്ന സമീപനമാണ്. ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ്
സുമേഷ് ചീരാത്തൊടി അധ്യക്ഷത വഹിച്ചു. എ സ്വരൂപ്, കെ പി കൃഷ്ണകുമാർ, കെ ബാലകുമാർ, കെ സുരേഷ് കുമാർ, എം കെ രാജശേഖരൻ, കെ മധു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാത്തൂരിൽ 6 വർഷം മുൻപ് പണി തുടങ്ങിയ വാതക ശ്മശാനം പണി പൂർത്തീകരിക്കാതെ കെട്ടിടം കാട് മൂടി കിടക്കുന്നു. 2019 ഫെബ്രുവരിയിലാണ് കെട്ടിടത്തിന്റെ പണി തുടങ്ങിയത്. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ ഫണ്ട് വീതം ഉപയോഗിച്ച് 1 കോടിയോളം രൂപ ചെലവഴിച്ച് 6 വർഷം മുൻപാണ് മാത്തൂരിലെ വാതക ശ്മശാനത്തിന്റെ പണി തുടങ്ങിയത്. എന്നാൽ പണി ഇന്നും പൂർത്തീകരിക്കാനായിട്ടില്ല. വാതക ശ്മശാനം കെട്ടിടം കാടിനുള്ളിലായിട്ട് വർഷങ്ങളായി. 2019 ഫെബ്രുവരി 8-നാണ് ശ്മശാനത്തിന്റെ പണിക്ക് തുടക്കം കുറിച്ചത്. വർഷം 6 കഴിഞ്ഞിട്ടും ഫണ്ട് ചെലവഴിച്ചത് പാഴാക്കിയതല്ലാതെ ഒരു ഉപകാരവുമില്ലാതെ കിടക്കുകയാണ്. വാതക ശ്മശാനത്തിനായി നിർമ്മിച്ച കെട്ടിടങ്ങൾ പുൽക്കാടിനുള്ളിലാണ്. ശ്മശാനം പൂർത്തീകരിക്കാൻ എന്താണ് തടസ്സമെന്ന് ചോദിച്ചാൽ ജനപ്രതിനിധികൾക്കും വ്യക്തമായ ഉത്തരമില്ല. മാത്തൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലാവട്ടെ CPM ഭരണസമിതിയാണ്. അതിനാൽ രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ മനഃപൂർവ്വം വൈകിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. വാതക ശ്മശാനത്തിനായി ഇറക്കിയ ഉപകരണങ്ങളെല്ലാം തുരുമ്പെടുത്ത് നശിച്ചതായും നാട്ടുകാർ ആക്ഷേപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി കൊപ്പം പാതയിലെ ആമയൂരിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ കാർ ഇടിച്ച് 3 പേർക്ക് പരിക്ക്. ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. കാർ ഭാഗികമായി തകർന്നു. പട്ടാമ്പിക്കടുത്ത് ആമയൂരിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ കാറിടിച്ചാണ് 3 സ്ത്രീകൾക്ക് പരിക്കേറ്റത്. കൊപ്പം ഭാഗത്തു നിന്ന് പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഗൂഡ്സ് ലോറിക്ക് പിറകിൽ ഇടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ തൃശൂർ സ്വദേശിനി വടക്കേക്കാട് പള്ളിപ്പുറത്ത് വീട്ടിൽ അഫ്ര, മുല്ലപ്പള്ളി വീട്ടിൽ സമീഹ ഹുസൈൻ, എടപ്പാൾ സ്വദേശിനി കൊളമ്പില വീട്ടിൽ ഹന്ന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 2 പേരെ പട്ടാമ്പി സേവന ആശുപത്രിയിലും ഒരാളെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇവർ 3 പേർ മാത്രമാണ് കാറിലുണ്ടായിരുന്നത്. കാർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മങ്കരയിൽ പന്നിപ്പടക്കം കടിച്ച് 3 വയസ്സ് പ്രായമായ ആട് ചത്തു. മങ്കര മുട്ടിക്കാട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് സംഭവമുണ്ടായത്. പറമ്പിന് സമീപം താമസിക്കുന്ന ജമീലയുടെ ആടാണ് ചത്തത്. പടക്കം കടിച്ചതോടെ തല ചിന്നിച്ചിതറി. വീട്ടമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് സംഭവം. ആടുകളുമായി പറമ്പിലൂടെ തിരിച്ചു വരുമ്പോൾ മുന്നിൽ നടന്ന ആട് പന്നിപ്പടക്കം കടിച്ചതോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇവർ തൊട്ടുപിറകിലായതിനാൽ വൻ ദുരന്തമൊഴിവായി. സംഭവം മങ്കര പോലീസിനെ അറിയിച്ചതോടെ SI സുദർശനും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരായ സുരേഷ് കുമാർ, ഇബ്രാഹിം എന്നിവരും സ്ഥലത്തെത്തി. പോലീസ് നടത്തിയ തെരച്ചിലിൽ അവിടെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പന്നിയെ പിടികൂടിയ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മങ്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പത്തിരിപ്പാല SBS സ്കൂളിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം AA ശിഹാബ് ഉദ്ഘാടനം ചെയ്തു. 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കാരണം നല്ല വെയിലുണ്ട്, ചൂടുണ്ട്. ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികൾ, ഏറ്റവും കൂടുതൽ ചെറിയ പെൺകുട്ടികൾ, അതുപോലെ നല്ല കുട്ടികൾ, നമ്മുടെ കുട്ടികളോട് ഏറ്റവും നല്ല സുഹൃത്തുബന്ധം ഉണ്ടാകുന്ന നമ്മുടെ കുട്ടികളോടാണ്. കാരണം നിങ്ങളുടെ കുട്ടി വിദ്യാലയത്തിൽ നിന്ന് വീട്ടിലേക്ക് വന്നാൽ അവരോട് ചോദിക്കണം, ഇന്ന് വിദ്യാലയത്തിൽ എന്തൊക്കെ സംഭവിക്കാനിരിക്കുന്നു, നിങ്ങളുടെ സുഹൃത്ത് ആരാണ്. PTA പ്രസിഡന്റ് സുമൈറ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ BPC പ്രഭാകരൻ മാസ്റ്റർ, മാധ്യമപ്രവർത്തകൻ KP മൊയ്തീൻകുട്ടി, പൂർവ്വ വിദ്യാർത്ഥി AS അബൂബക്കർ ഹാജി എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. പ്രഭാകരൻ മാസ്റ്റർ, KP മൊയ്തീൻകുട്ടി, AS അബൂബക്കർ ഹാജി, AVM ബഷീർ, സൗമ്യ, ചന്ദ്രിക, ശ്രീദേവി ടീച്ചർ, M അശ്വതി എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക സജിറ സ്വാഗതവും PS ഷംല നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി കൊപ്പം പുന്നറ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കും. ഫെബ്രുവരി 22 മുതൽ 26 വരെ നീളുന്ന ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടക്കുന്ന വിശേഷ ചടങ്ങുകളിൽ തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ ഈക്കാട്ടുമനക്കൽ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഫെബ്രുവരി 22 രാവിലെ 5:30 ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. കോഴിക്കോട് ഹരിഗോവിന്ദൻ നമ്പൂതിരി ശിവമഹിമ പ്രഭാഷണം നടത്തും. വൈകിട്ട് 7-ന് ശാസ്താവിന് താലപ്പൊലി, ഭക്തിഗാനോത്സവം എന്നിവയുണ്ടാകും. ഫെബ്രുവരി 23-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പുന്നറ ചിത്രകലാ ക്യാമ്പ് 2025 നടക്കും.
സിനിമാ സംവിധായകൻ MA വേണു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കാവ്യസന്ധ്യ, കവിയരങ്ങ് എന്നിവ CS രാജേഷ് ഉദ്ഘാടനം ചെയ്യും. മേളസന്ധ്യ, ചെണ്ടാരങ്ങേറ്റം, നൃത്തസന്ധ്യ, മ്യൂസിക് ഫ്യൂഷൻ എന്നിവയും നടക്കും. 24-ന് രാവിലെ വേദസാര ലക്ഷാർച്ചന, വൈകിട്ട് 6-ന് സത്സംഗം, 7 നൃത്തനൃത്യങ്ങൾ എന്നിവയും 25-ന് രാവിലെ വിവിധ പൂജകൾ. കാസർഗോഡ് ഇളനീർമഠം ശ്രീ ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമികൾക്ക് സ്വീകരണം, വൈകിട്ട് 7-ന് നൃത്തോത്സവം, രാത്രി 8-ന് നാടകം എന്നിവയുമുണ്ടാകും. 26-ന് വൈകിട്ട് 6:30-ന് മഹാദീപാരാധന, ലക്ഷദീപം, 7:30-ന് സാംസ്കാരിക സമ്മേളനം എന്നിവയും നടക്കും. ഈ വർഷം വിളയൂർ, കൊപ്പം പ്രദേശങ്ങളിലെ ചെറുക്ഷേത്രങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രയത്നിച്ച ഒരു വ്യക്തിക്ക് യശസ്വരീയനായ സതീഷ് പുന്നറയുടെ പേരിൽ പുരസ്കാരം നൽകുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷം പ്രത്യേകമായി കൊല്ലംതോർ നടത്തുന്ന എല്ലാ പരിപാടികളും ഉണ്ടാകും. പ്രധാനമായി എല്ലാ ദിവസവും 3 നേരം അന്നദാനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കവിയരങ്ങ്, ചിത്രരചന, കുട്ടികളുടെ ആ നാട്ടിലുള്ള പ്രാദേശികമായിട്ടുള്ള കലാപരിപാടികളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവസാന ദിവസം ശിവരാത്രി ദിവസം ലക്ഷദീപം തെളിയിക്കുക എന്ന പ്രധാന ചടങ്ങ് നടപ്പാക്കുന്നു. അന്ന് ഒരു ചെറിയ സാംസ്കാരിക സമ്മേളനം ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് പ്രത്യേകിച്ച് അപേക്ഷിക്കുന്നു. ചെയർമാൻ രാവുണ്ണിക്കുട്ടി പുതുമന, കൺവീനർ രാജു കറുവത്ത്, ഖജാൻജി ഗോവിന്ദ് കണ്ണൻ, സെക്രട്ടറി MP സതീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അമ്പലപ്പാറ വേങ്ങശ്ശേരി മൂന്നുമ്പനക്കുന്ന് മാരിയമ്മൻ കോവിൽ പൂജാ മഹോത്സവവും പ്രതിഷ്ഠാ ദിനവും ഭക്തിസാന്ദ്രം. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ചൊവ്വാഴ്ചയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം നടന്നത്. രാവിലെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ തുടങ്ങി. വിശേഷ പൂജകൾക്ക് ശേഷം കലാമണ്ഡലം സന്തോഷിന്റെ ശിക്ഷണത്തിൽ കോവിലിൽ ചെണ്ട അഭ്യസിക്കുന്ന കുട്ടികളുടെ മേളമുണ്ടായി. പഞ്ചാരിമേളത്തിന് ശേഷം ഉച്ചയ്ക്ക് അന്നദാനമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 2:30യോടെ കുംഭം നീരാട്ട് പുറപ്പെട്ടു. തുടർന്ന് കുംഭം എഴുന്നള്ളിപ്പ് നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം കലാമണ്ഡലം സന്തോഷിന്റെ തായമ്പകയുമുണ്ടായി. ഉടുക്കുപാട്ടിന് ശേഷം ബുധനാഴ്ച പുലർച്ചെ മാവ് വിളക്കെടുക്കലോടെ ഉത്സവത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. പിണറായി സർക്കാരിന്റെ നികുതി കൊള്ള അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ്. ഭൂനികുതി വർധനയ്ക്കെതിരെ മണ്ഡലം കേന്ദ്രങ്ങളിൽ വില്ലേജ് ഓഫീസ് ധർണ. സംസ്ഥാന ബജറ്റ് ജനദ്രോഹ ബജറ്റ് എന്നും ആക്ഷേപം. തൃത്താല ഫെസ്റ്റിനിടെ ആനപ്പുറത്ത് ഹമാസ് തീവ്രവാദികളുടെ ചിത്രം. ആനയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തത് ദൗർഭാഗ്യകരമെന്ന് BJP. അധികാരികളുടേത് പ്രീണന നിലപാട്. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ.
പട്ടാമ്പിയിൽ പുതിയ പാലത്തിന്റെ പൈലിംഗ് പ്രവൃത്തി ആരംഭിച്ചു. 52.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാലം 2 വർഷം കൊണ്ട് യാഥാർത്ഥ്യമാകും. MLAയും നിർമ്മാണ കമ്പനി അധികൃതരും സ്ഥലത്തെത്തി പ്രാരംഭ പ്രവൃത്തികൾ വിലയിരുത്തി. മാത്തൂരിലെ വാതക ശ്മശാനം ഇനിയും യാഥാർത്ഥ്യമായില്ല. നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് 6 വർഷം മുമ്പ്. കെട്ടിട നിർമ്മാണം പൂർത്തിയായില്ല. സ്ഥലം കാടുമൂടി നശിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.